അഭിവന്ദ്യരായ അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് ഇല്ലാത്ത 2 വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇന്നലെയും കണ്ണൂർ ജില്ലയിലെ ഒരു പണ്ഡിതന്റെ ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും സാദി ഉസ്താദ് കടന്നു വരികയും ഉസ്താദിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയൊന്നും വിഷമിക്കേണ്ടി വരില്ല എന്ന് അനുഭവത്തിലൂടെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഓരോ ആളുകൾക്കും പറയാനുള്ളത്. ഒരു പണ്ഡിതനായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രഭാഷകനാവുക എന്നത് ഉസ്താദിന് കിട്ടിയിട്ടുള്ള സൗഭാഗ്യമാണ്. പണ്ഡിതനാവുക, പ്രഭാഷകനാവുക എന്നതോടൊപ്പം നല്ലൊരു സോഷ്യൽ വർക്കറാവുക എന്നത് അതിലേറെ മഹത്വമുള്ള ഒന്നാണ്. ഈ 3 ഘടകങ്ങളും ഒത്തുവന്ന ഒരാൾക്ക് ചിലപ്പോൾ കുടുംബങ്ങളിൽ ഇടപെടാൻ കൂടുതൽ സമയം കിട്ടിയില്ലെന്ന് വരും. എന്നാൽ കുടുംബത്തെയും ചേർത്തു പിടിക്കുന്ന ഏറ്റവും നല്ല കുടുംബനാഥനായി സാദി ഉസ്താദ് മാറിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മികവത്തൊരു പണ്ഡിതന്റെ അടയാളങ്ങളായി പടച്ചവൻ ഒരിക്കലും കൈവിടാത്ത യാഥാർത്ഥ്യങ്ങളായി പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിപ്രാധാന്യത്തോടുകൂടെ വിഷയീഭവിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാധാന്യത്തോടുകൂടെ പറയുന്ന ചില വചനങ്ങൾ, അതിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളെ കുറിച്ച്, തിരു വിശേഷങ്ങളെ കുറിച്ച് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നാം സാദി ഉസ്താദുമായി ചേർത്ത് വെക്കുമ്പോൾ അത് സത്യമായി നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നാഥൻ തനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യപൂർത്തീകരണം അത് 40-ാമത്തെ വയസ്സിൽ റിസാലത്ത് മുഖേന തുടങ്ങി എന്നതുകൊണ്ട് ആ 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച, ഇടപഴകിയ, പെരുമാറിയ മക്കായുടെ പ്രാന്തപ്രദേശങ്ങൾ, ആ പ്രാന്തപ്രദേശങ്ങളിലുള്ള മനുഷ്യരോട് ആരായിരുന്നു അൽ അമീൻ എന്ന് ചോദിച്ചാൽ ഓരോ ആളുകൾക്കും വ്യത്യസ്ത അനുഭവങ്ങൾ അവിടെ പറയാനുണ്ട്. ഖുറൈശി തറവാട്ടിലെ, ഹാഷിം കുടുംബത്തിലെ വ്യത്യസ്തരായ ജനങ്ങൾ പറയും അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയാണ് എന്ന്. പാവപ്പെട്ട, അരിവുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ പറയും നമ്മുടെ സമുദ്ധാരകനാണ് എന്ന്. തൊഴിലില്ലാത്ത ജനങ്ങൾ പറയും നമുക്ക് തൊഴിൽ നൽകിയ തൊഴിൽ ദാതാവാണ് എന്ന്. വിശന്നൊട്ടിയ വയറുമായി വീട്ടുപടിക്കൽ കൈ നീട്ടി യാചിക്കുന്ന യാചകർ പറയും നമ്മുടെ കൈ പിടിച്ചിട്ടുള്ള, നമ്മുടെ ഭാരം തലയിലേറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സോഷ്യൽ വർക്കറാണ് എന്ന്. അങ്ങനെയെല്ലാമുള്ള മഹത്വങ്ങൾ ഒത്തുവന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ആശീർവദിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കല്ലാ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, പടച്ചോ നിങ്ങളെ കൈവടിയുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖിറുൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഒരു പണ്ഡിതന്റെ ദൗത്യം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കിതാബ് ഓതിക്കൊടുത്ത് അത് വിഷയീഭവിക്കുക മാത്രമല്ല, ഈ പ്രവാചകന്റെ വിശേഷണങ്ങൾ പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നത് പ്രാധാന്യമാണ് എന്നാണ് ഒരു വിദ്യാർത്ഥി ഹദീസ് പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയുടെ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഏതു വിധേയാണോ ജീവിച്ചത് അതിന്റെ ചില അംശങ്ങൾ നമുക്ക് അബ്ദുൽ ലത്തീഫ് സാദി ഉസ്താദിന്റെ കൂടെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ചേരുവകയായി കാണാൻ പറ്റിക്കുമാറാവട്ടെ. കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ മതപ്രഭാഷണ പരമ്പരയിൽ ഒരു വിടവായി സാദി ഉസ്താദ് ഇന്നും മുഴച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ മേലാളന്മാരെയും പണ്ഡിതന്മാരെയും ചേർത്ത് വെക്കുന്നതിൽ ഒരു മീഡിയേറ്ററായി ഉസ്താദിന്റെ സാന്നിധ്യം അസാന്നിധ്യം ഇന്നും മുഴച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ പൊതുവായ ഇടങ്ങളിലും മതരംഗങ്ങളിലും ആത്മീയ ബോധന രംഗത്തെല്ലാം സാദി ഉസ്താദിന്റെ കുറവ് നമുക്ക് ഓരോ ആളുകൾക്കും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുത്താലിമീങ്ങളോടും വളർന്നു വരുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുന്നത്, സാദി ഉസ്താദിനെ ഉസ്താദിന്റെ ജീവിതത്തെ വരച്ചു വെച്ചിട്ടുള്ള ഓർമ്മ പുസ്തകം ഇവിടെ കിട്ടാനുണ്ട്. വായിക്കാത്തവർ അത് വീണ്ടും വീണ്ടും വായിക്കണം. ഉസ്താദിനെ അടുത്തറിയണം. ഉസ്താദിന് പകരക്കാരൻ ആവശ്യമാണ് നമ്മുടെ നാടുകളിൽ. അത് വായിച്ച് ഉസ്താദിന്റെ ഇത്തരം വിശേഷണങ്ങൾ ആവാഹിച്ച് നമുക്കൊരു പകരക്കാരനെ ഉണ്ടാക്കിയെടുക്കാനുള്ള യത്നങ്ങൾ ഈ രണ്ടാം ആണ്ടോടുകൂടെ എങ്കിലും ആരംഭിക്കണം എന്ന് ഉറപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ വേദിയൊടുകയാണ്. കാസർഗോഡ് ജില്ലയിലെ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ വെറുപ്പിന്റെ പേരിൽ കൊല്ലം ചെയ്യപ്പെട്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ ചേതനയേറ്റ ശരീരം പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് അബ്ദുറഹ്മാൻ ഔഫ് പ്രതിദാനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും മയ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. മറുഭാഗത്ത് ആ സഹോദരൻ വോട്ട് ചെയ്ത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തകരും മറ്റൊരു ഭാഗത്തും. പരിയാരം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം അബ്ദുറഹ്മാൻ ഔഫിന്റെ മയ്യത്ത് ഞങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോൾ ആ മയ്യത്ത് ഏറ്റുവാങ്ങാൻ അബ്ദുൽ ലത്തീഫ് സാദി ഉണ്ടായി. നമുക്ക് അന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇന്നും അത് യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കുന്നേയുള്ളൂ. അബ്ദുറഹ്മാൻ ഔഫിനെ കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവർക്കുള്ള സംവിധാനം തൊട്ടപ്പുറത്തുണ്ട്. അവിടത്തേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മയ്യത്ത് സ്വീകരിച്ച് മഹാനായ കൻസുൽ ഉലമ സിത്താരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച അൽമക്കറിന്റെ പള്ളിയുടെ ഹൗദുൻ കരയിൽ
അബ്ദുറഹ്മാൻ ഔഫിന്റെ ചേതനയേറ്റ മയ്യത്ത് കിടത്തി കർട്ടൻ വലിച്ചു നീട്ടി അവിടെ നിന്നാണ് കുളിപ്പിച്ചത്. അന്ന് SYSന്റെ നേതൃത്വത്തോട് കണ്ണുമൊഴിച്ച് സാദി ഉസ്താദ് പറഞ്ഞു, ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. എവിടെ നിന്നെങ്കിലും കൊല ചെയ്യപ്പെട്ട പതിനായിരക്കണക്കിന് മനുഷ്യർ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നമ്മുടെ സഹോദരങ്ങളെ കുളിപ്പിക്കാൻ ഒരു സംവിധാനമില്ലെങ്കിൽ അതിന് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പരിശ്രമിക്കുന്നില്ല? പെട്ടെന്നാവണമെന്ന് പറഞ്ഞ് ഉസ്താദ് നൽകിയിട്ടുള്ള ചോദനയുടെ സാക്ഷാത്കാരമാണ് ഇൻഷാ അല്ലാഹ് ജൂലൈ 14-ാം തീയതി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിന് തൊട്ടുമുന്നിലായി 8000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 4 നിലകളിലായി SYSന്റെ മഹാസാന്ത്വന കേന്ദ്രം സമർപ്പിക്കപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും സാദി ഉസ്താദ് പ്രചോദനം നൽകിയ, അതിലൂടെ തുടക്കം കുറിച്ചിട്ടുള്ള ആ മഹാസംഭവത്തിന് സാക്ഷികളാവാനുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു ആ ഒരു സംരംഭത്തിൽ നടക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും പുണ്യങ്ങൾ സാദി ഉസ്താദിന്റെ ഖബറിൽ നിധിയായി ഖിയാമത്ത് നാൾ വരെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആൻ വാക്യം ഓതി ഈ ആണ്ട് 2ാം ആണ്ടു പരിപാടി ഉദ്ഘാടനത്തിനെ ഒരുമിച്ച് കൂടി അനുസ്മരണം നടത്തി ദുആ ചെയ്യുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉസ്താദിനെ അനുസ്മരണം നടത്തി പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹു സാദി ഉസ്താദിന് ഇനിയും ഒരുപാട് ദറജകൾ നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.